ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാരീസിൽ നിന്നും ബ്രസൽസിലേക്കുള്ള ഒരു ബസ് യാത്രയാണ്. അതിനുശേഷം ബ്രസൽസിലെ കാഴ്ചകളും. ബ്രസൽസ് എന്ന് പറഞ്ഞാൽ ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ്. ബ്രസൽസിലേക്ക് പാരീസിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്യണം ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ നിശ്ചയിച്ച പ്രകാരം എല്ലാവരും ബസ്സിലെത്തി അവനവൻ്റെ സീറ്റ് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. എല്ലാവരുടെ മുഖത്തും പുതിയൊരു സ്ഥലം കാണാൻ പോകുന്നതിൻ്റെ ആവേശവും സന്തോഷവും കാണാമായിരുന്നു. പാരീസ് വിട്ടുപോകുമ്പോൾ ചെറിയൊരു ദുഃഖം. ഒട്ടനവധി സ്ഥലങ്ങൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അടുത്ത തവണ വരുമ്പോൾ കാണണം. ബസ്സിൻ്റെ വീഡിയോയിലൂടെ നോക്കുമ്പോൾ അതിവേഗത്തിൽ മറിഞ്ഞു പോകുന്ന പച്ചപച്ച ഗ്രാമപ്രദേശങ്ങൾ, പിന്നെ റോഡിലൂടെ അതിവേഗത്തിൽ പാഞ്ഞു പോകുന്ന ട്രെയിലറുകൾ എല്ലാം മനോഹരമായ കാഴ്ചയായിരുന്നു. വഴിയിലൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിനടുത്ത് വണ്ടി നിർത്തി. ശീതളപാനീയങ്ങളും ബേക്കറി ഐറ്റംസും ചോക്ലേറ്റ്സ്, ചിപ്സ് ഇതൊക്കെ അവിടെ ലഭ്യമായിരുന്നു. പ്രധാനമായിട്ടും വാഷ്റൂം ഉപയോഗിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയത്. ഞങ്ങളും യാത്രക്കിടയിൽ കുറിക്കാൻ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു. അല്പനേരം വിശ്രമിച്ച ശേഷം ബസ് വീണ്ടും യാത്ര തുടർന്നു. ധാരാളം മലയാളികൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ട്രക്ക് ഡ്രൈവേഴ്സായിട്ട് ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ കൂടെ പെട്ടെന്ന് കടന്നുപോയൊരു ചിന്ത, ഈ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു ട്രെയിലറിൽ ഒരു മലയാളി ആയിരിക്കാം ഓടിക്കുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ വെറുതെ കടന്നുപോയി. ഇരുവശങ്ങളിലും വൻവൃക്ഷങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന കാടുകൾ കാണാമായിരുന്നു. കൃത്യമായി പരിപാലിച്ചു വരുന്ന റോഡുകളും നിയമം പാലിച്ച് ഓടിക്കുന്ന വാഹനങ്ങളും യൂറോപ്പിലെ പ്രത്യേകതയാണ്. ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്ത ശേഷം ഞങ്ങൾ ബെൽജിയത്തിൻ്റെ അതിർത്തി കടന്നു. അതിർത്തിയിൽ പ്രതീക്ഷിച്ച പോലെ എമിഗ്രേഷൻ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ബെൽജിയത്തിലെത്തി. ഇപ്പോൾ ഞങ്ങളുള്ളത് ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. ഞങ്ങൾ ആദ്യമായി സന്ദർശിക്കാൻ പോകുന്നത് ആറ്റോമിയം ആണ്. 1958 ബ്രസൽസ് വേൾഡ് ഫെയറിൻ്റെ ഭാഗമായി ആണ് ഇത് പണി കഴിപ്പിച്ചത്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയുടെയും ബെൽജിയത്തിൻ്റെ എഞ്ചിനീയറിംഗ് കഴിവിൻ്റെയും പ്രതീകമായാണ് ഇത് അറിയപ്പെടുന്നത്. ആറ്റോമിയത്തിൻ്റെ ഉയരം 102 മീറ്ററാണ്. ബെൽജിയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഇതിൻ്റെ ആകൃതി ഒരു ആറ്റത്തിൻ്റെ പോലെയാണ്. അതായത് ഒരു ആറ്റം 165 ബില്യൺ മടങ്ങ് വലുതായി കാണിച്ചാൽ എങ്ങനെയിരിക്കും, അതുപോലെയാണ് ഇതിൻ്റെ ആകൃതി. 18 മീറ്റർ വ്യാസമുള്ള 9 സ്പിയറുകൾ തമ്മിൽ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്പിയറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്റ്റീൽ ട്യൂബുകൾ വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാം. മുകളിൽ ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ബ്രസൽസ് യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനമായി അറിയപ്പെടുന്നു. ഈ പ്രദേശം 19 മുനിസിപ്പാലിറ്റികൾ ചേർന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റിയാണ് ബ്രസൽസ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 12 ലക്ഷമാണ്. നാറ്റോയുടെ ആസ്ഥാനം കൂടിയാണ് ബ്രസൽസ്. ഫ്രഞ്ചും ഡച്ചുമാണ് ഇവിടുത്തെ ഔദ്യോഗിക ഭാഷകൾ. എന്നിരുന്നാലും കൂടുതൽ ആളുകളും സംസാരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയാണ്.
ആറ്റോമിയത്തിലെ കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. This will be our meeting point. Okay. ठीक है? ये हमारा meeting point रहेगा. हमें यहीं पे मिलना है. अगोरा. लास्ट में आपको टॉयलेट मिलेगी यहाँ पे. जो भी टाइमिंग मैं बताऊंगी उससे पहले अब कोई टॉय नहीं. Yesterday you got it. ഗ്രാൻഡ് പ്ലേസ് ബ്രസൽസിലെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഈ സ്ക്വയറിന് അനന്തമായ ഒരു ചരിത്രമുണ്ട്. 1965 ഫ്രഞ്ച് സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഈ പ്രദേശം ഭൂരിഭാഗവും നശിച്ചു പോയെങ്കിലും നഗരവാസികൾ അതിന്റെ ഭംഗി പുനഃസ്ഥാപിച്ചു. ഗ്രാൻഡ് പ്ലേസ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രസൽസിൽ വരികയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. Okay, now this is a grand place. Okay, in French, grand means big. Okay, and place means square. So this is the biggest square in Brussels. Okay, and it is famous because of its aesthetic decor. पीछे जो आप देख रहे हैं, this is a royal palace. Okay, और उसके सामने जो है अभी ये कंस्ट्रक्शन की वजह से नहीं दिख रहा है. बाद में जब आपको फ्री टाइम मिलेगा, you can come back and walk from here. Okay, that is a town hall, and these other are guild houses. Okay, now what is guild? राजा के बाद में जो अथॉरिटीज होते हैं उनकी सेना में, उनको गिल्डर्स कहा जाता है. तो these are the guilders houses. Now this is all his financial properties, hotels, restaurants, cafes. ठीक है, तो ये एक बहुत फेमस यहाँ का स्क्वायर है. इसके बाद हमें और भी वॉकिंग टूर कंटिन्यू करनी है. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് അതിനടുത്തുള്ള ചാൾസ് ബുൾസ് സ്ട്രീറ്റിലേക്കാണ്. ഇവിടെയാണ് പ്രശസ്തമായ എവറാർഡ് ടിസർക്ലേസിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രതിമയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 14ാം നൂറ്റാണ്ടിൽ ബ്രസൽസ് നഗരത്തെ ഫ്ലെമിഷ് സൈന്യം ആക്രമിച്ചു. എവറാർഡ് ടിസർക്ലേസ് തൻ്റെ കൂട്ടുകാരോടൊപ്പം നഗരഭിത്തികളിൽ കയറി സൈന്യത്തോട് പൊരുതി ഈ നഗരം വിമുക്തമാക്കി എന്ന് പറയപ്പെടുന്നു. ഇതോടെ രാജാവ് ജോഹന്നയും രാജകുമാരൻ വെൻസെലസും തിരികെ വന്നു. ധൈര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായാണ് ഇതറിയപ്പെടുന്നത്. ബെൽജിയൻ ശില്പി ജൂലിയൻ ഡിലൻസാസ് ആണ് എവറാർഡ് ടിസർക്ലേസിൻ്റെ ഓർമ്മയ്ക്കായി ഈ പ്രതിമ നിർമ്മിച്ചത്. ഈ പ്രതിമയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതിമയുടെ തല മുതൽ കാല് വരെ നമ്മൾ തടവിക്കൊണ്ട് മനസ്സിൽ എന്ത് വിചാരിച്ചാലും അത് നടക്കുമത്രേ. കൂടാതെ വീണ്ടും ബ്രസൽസിലേക്ക് വരാൻ ഒരു അവസരം ലഭിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നൂറുകണക്കിന് സന്ദർശകരാണ് ദിവസവും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നീങ്ങിയെത്തിയത് വേറൊരു രസകരമായ സ്ഥലത്താണ്. ഇവിടെയാണ് പ്രശസ്തമായ മനേക്കൻ പീസ് എന്ന ചെറിയ കുട്ടിയുടെ പ്രതിമ നിലകൊള്ളുന്നത്. ഈ കുട്ടി ബ്രസൽസിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. ശത്രുക്കൾ ബ്രസൽസിനെ ആക്രമിക്കാൻ ഗേറ്റ് വരെ വെടിമരുന്നുകളുമൊക്കെ ആയി എത്തിയപ്പോൾ ഈ കുട്ടി മൂത്രമൊഴിച്ച് വെടിമരുന്നുകൾ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രതിമയ്ക്ക് ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ട്. ഈ പ്രതിമയ്ക്ക് പലതരത്തിലുള്ള കോസ്റ്റ്യൂമുകൾ വിവിധ അവസരങ്ങൾ ധരിപ്പിക്കാറുണ്ട്. ബ്രോൺസിൽ നിർമ്മിച്ച ഈ പ്രതിമയുടെ ഉയരം 61 സെൻറ്റിമീറ്ററാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങളും തീർച്ചയായും ഈ പ്രതിമ കണ്ടിട്ടേ പോകാവൂ. അവിടെ നിന്നും ഞങ്ങൾ തെരുവോരങ്ങളിലെ കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ട് എത്തിയത് വേറൊരു സ്വർഗത്തിലാണ്. അതായത് ചോക്ലേറ്റുകളുടെ സ്വർഗമെന്നറിയപ്പെടും. ബ്രസൽസ് ലോകത്തിലെ ചോക്ലേറ്റുകളുടെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ മുഴുവൻ വായിൽ വെള്ളമൂർന്ന ചോക്ലേറ്റുകളുടെ മണമാണ്. കൈകൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ചോക്ലേറ്റുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. പിന്നെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ സന്ദർശകർക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചോക്ലേറ്റ് തരും. യാത്രയുടെ സ്മരണയ്ക്കായി ഞങ്ങൾ അവിടെ നിന്നും കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. ഇവിടെ വരുമ്പോൾ ഈ ചോക്ലേറ്റ് സ്ട്രീറ്റ് സന്ദർശിക്കാതെ പോകരുത്. So this which you try is traditional Belgian tablet. Like this tablet. We have all different flavor. Almond, milk, chocolate, dark forest, fruit, white, theater. One box. This is your gift. You can choose flavor which you like. So you take 4 plus 4. This is 100 euro or 22 tablets, 100 euro. You can shop. One photo, 100 euro. ഞങ്ങൾക്ക് ബ്രസൽസിലെ യാത്ര അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും അമർത്തണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.